എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ചയാണ് വിഷു. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. അമ്മമ്മ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വിഷു ആഘോഷമായിട്ടൊന്നുമില്ല. വിഷു ആഘോഷം എന്നതിനേക്കാൾ ഉപരി നമുക്കതൊരു ആചാരമാണ്. അതുകൊണ്ട് തന്നെ വിഷുക്കണി ഒരുക്കുകയും വിഷുക്കണി കാണുകയും ചെയ്യാം. വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഓരോ പ്രദേശത്തിനനുസരിച്ചും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വിഷുക്കണി വെക്കുന്നതിലുണ്ടാവും. ഇവിടെ വെക്കുന്നതും നിങ്ങൾ വെക്കുന്നതും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവാം. ഇതിലിപ്പോൾ 2 രീതിയിൽ വിഷുക്കണി വെക്കുന്നത് കാണിക്കുന്നുണ്ട്. രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെക്കുന്നത് പോലെയും പാലക്കാട് വെക്കുന്നതും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഇവിടെ എപ്പോഴും കണി വെക്കാറുള്ളത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ തേങ്ങ അങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ചകിരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതുപോലെ തന്നെയാണ് വെക്കുക. പാലക്കാടേക്കൊക്കെ ഈ തേങ്ങ വെട്ടിയിട്ട് ഇതുപോലെയാണ് വെക്കാറുള്ളത്. വിഷുവിൻ്റെ തലേ ദിവസം നമ്മളെല്ലാതും ഒരുക്കി വെക്കും, വിളക്കടക്കം എടുത്തു വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ കൊന്നപ്പൂവും ആ ഒരു സമയത്തായിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്. ചിലപ്പോൾ കുറച്ച് കൊന്നപ്പൂവൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ വെക്കും, ബാക്കിയുള്ളത് രാവിലെയാണ് വെക്കാറുള്ളത്. എന്നിട്ട് പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് ഓരോരുത്തരെയായിട്ട് കണി കാണാൻ വേണ്ടി വിളിക്കും. കണി വെക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഓരോ പഴങ്ങളും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുക. അതേപോലെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ആ വീഡിയോ കൊടുക്കാം. ഈ പ്രാവശ്യം വിഷുക്കണി കാണേണ്ട സമയം ഏപ്രിൽ 14 തിങ്കളാഴ്ച 3:12 മുതൽക്കുള്ള സമയത്താണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷുദിന ആശംസകൾ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.